കുറേയധികം ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇനി റിലീസിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ലുലുവിൽ വെച്ച് ട്രെയിലർ ലോഞ്ച് നടത്താൻ പോവാണ്. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ചിരി മാത്രം മതി. നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ, നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പ്രിയ താരം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസ്റ്റി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ആദ്യത്തെ നറുക്ക് സാറിനാണ് വീഴുന്നത്. ഒരു നിറഞ്ഞ കയ്യടിയോട് കൂടി തന്നെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം ഒരു ദുരൂഹ സാഹചര്യത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയിട്ട് എത്തി നിൽക്കുമ്പോഴത്തേക്കിനാ എന്താണ് ഈ ഒരു നിമിഷം ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടുള്ള ദുരൂഹ സാഹചര്യത്തെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ഞാൻ ചാക്കോച്ചനൊപ്പം ഈ സിനിമ നിർമ്മിക്കാനും ആയിട്ടും ഈ തീരുമാനം എടുക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ചാക്കോച്ചനുമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സജിൻ ആയിക്കോട്ടെ, ദിലീഷ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ഡയറക്ടർ ആയിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടറായ ചിദംബരം ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അത് ഒരു സ്റ്റാർ പദവിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാട്ടുന്നത്. ജാഫർ ഖാ, സുധേഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഒരു ചാക്കോച്ചനുമായിട്ട് കഴിഞ്ഞ വട്ടം ചെയ്ത രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ ഒരു ഹിറ്റ് കോംബോ വീണ്ടും ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമയിൽ ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട് ഈ സിനിമയുടെ പിന്നിൽ. സോ ഞങ്ങൾ ഇപ്പോഴാണ് ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇതിൻ്റെ ഡേറ്റും ട്രെയിലറും കാര്യങ്ങളെല്ലാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, സിനിമ സംസാരിക്കട്ടെ. നിങ്ങളെല്ലാം കാണാൻ സാധിച്ച് വളരെയധികം സന്തോഷം. സിനിമ സംസാരിക്കട്ടെ. അപ്പോൾ ഇനി ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ലിസ്റ്റ് സാർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങള് സാറിനെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട താരം നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്താ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം സമയങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഉണ്ട്, നമ്മുടെ പടത്തിന്റെ ഡേറ്റ് അനൗൺസ്മെന്റ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഒരു സമയം പോകുന്നത്. ശരിക്കും കഴിഞ്ഞ എൻ്റെ സിനിമ ഓഫീസർ ഡ്യൂട്ടി റിലീസ് ചെയ്ത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. അതൊരു നല്ല സിനിമയാണ് എന്നുള്ളൊരു വിശ്വാസം, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ അത് ഈ സിനിമയുടെ കൂടെ നിന്നവരാണെങ്കിലും ഈ സിനിമയെ സ്നേഹിച്ചവരാണെങ്കിലും സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണങ്ങളും അവരുടെ ഒരു പ്രാർത്ഥനയും എല്ലാം ഈ സിനിമയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദുരൂഹ സാഹചര്യം റിലീസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. വളരെ പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിലുള്ള കുറേ ആൾക്കാർ ഇവിടെ ഇല്ല. ഇതിന്റെ സംവിധായകനും ഇതിന്റെ എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും ഒന്നും സ്ഥലത്തില്ല. അപ്പം അവരുടെ പ്രസൻസും ഈ വേദിയിൽ ഇപ്പോഴുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമുക്കിതിന്റെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. സിനിമയെ കുറിച്ച് ഞാൻ കൂടുതൽ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് ഫ്രെയിംസുമായിട്ട് ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ മൂവിയാണ്. തുടർന്നും ഈ ഒരു കൂട്ടുകെട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. മാജിക് ഫ്രെയിംസ് ലിസ്റ്റിന്റെ ആദ്യ സിനിമ ട്രാഫിക്കാണ്. അന്ന് ഇദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ അഹങ്കാരത്തോടുകൂടെ എപ്പോഴും പറയുമായിരുന്നു. ഇപ്പം എത്ര വർഷമായി ഇപ്പം കഴിഞ്ഞിട്ട്? 2015 വർഷത്തോളമായി. അപ്പോൾ ട്രാഫിക് എന്ന സിനിമയിൽ തുടങ്ങിയ ആ ഒരു കൂട്ടുകെട്ട് ഇപ്പോൾ മാജിക് ഫ്രെയിംസിന്റെ കൂടെ ഉദയ പിക്ചേഴ്സും കൂടെ ചേരുമ്പോൾ അതൊരു ദുരൂഹ സാഹചര്യത്തിനപ്പുറം
അത് ഏറ്റവും നല്ല ഒരു സന്തുഷ്ടമായ ഒരു സാഹചര്യമായിട്ട് മാറും എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം നല്ല സിനിമകളുടെ കൂടെ എന്നും നിലനിന്നിട്ടുള്ള അത് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവാണ് ലിസ്റ്റിൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത എന്നാത്താൻ കേസോട് എന്ന സിനിമയുടെ സംവിധായകനോടൊപ്പം രതീഷ് ബാലേഷ് പൊതുവാളോടൊപ്പം വീണ്ടും ഈ സിനിമയുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും പുതുമയുള്ള കാര്യം ഇതുവരെ ഞാൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഞങ്ങളിൽ പലരെയും ഇതിനു മുമ്പ് കാണാത്ത രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ്, ഒരു നാക്ക് രതീഷിനുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യസ്തത കൊണ്ടുവരാനായിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം ഈ സിനിമയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, ഒരു ക്വിക്നെസ് അത് ഈ സിനിമയിലുണ്ടോ, അത് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഡേറ്റും ഈ ട്രെയിലറും കണ്ടതിന് ശേഷം ഈ ഡേറ്റും നിങ്ങൾക്ക് സ്വീകാര്യമാകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ബാക്കി കാര്യങ്ങൾ അതിനുശേഷം പറയാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സജിൻ ഗോപു, ഞങ്ങളുടെ സ്വന്തം അമ്പാൻ വരുമല്ലേ വേദിയിലേക്ക്. നിറഞ്ഞൊരു കൈയടിയോട് കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹലോ, നമ്മുടെ ട്രെയിലർ കാണാൻ വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. കൂടുതലൊന്നും പറയുന്നില്ല. ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷം. രതീഷ് എന്റെ പടത്തിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാത്താൻ കേസോട് കണ്ടതിന് ശേഷം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ കണ്ടതിന് ശേഷം. അപ്പൊ അങ്ങനെ ഒരു അവസരം എനിക്ക് ചാക്കോച്ചിനും ലിസ്റ്റിൻ ചേട്ടൻ തന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുകൂടാതെ 3 ഡയറക്ടർമാരോടൊപ്പമാണ് ഞാൻ അവര് വർക്ക് ചെയ്തത്. ഒന്ന് രതീഷ് ചേട്ടൻ, ദിലീഷ് പോത്തൻ, ചിദംബരം, രാജേഷ് മാധവൻ. എന്നിട്ട് 4 പേരിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രെയിലർ ലോഞ്ചിലോട്ട് പോവാം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. ദുരൂഹ സാഹചര്യം മൂവിയുടെ ആ ഒരു ഷൂട്ടിന്റെ സമയത്ത് താങ്കൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സിനിമയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയത്? അത് എന്തായാലും പാട്ടൊക്കെ പറയാല്ലേ. ഈ സിനിമയില് എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചൊരു പോയിന്റില് എന്റെ കാലില് ഇഞ്ചുറി പറ്റി ഒടിഞ്ഞ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ റിയൽ ആയിട്ട് എന്റെ കാലൊന്ന് ഫ്രാക്ചറായി. ശരിക്കും കാല് പ്രശ്നമായി. അപ്പൊ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും ആ സീൻ ശരിക്കും ചെയ്തു. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഡയറക്ടറിൽ നിന്നും ആദ്യമായിട്ട് നടനായിട്ട് ഒരു സിനിമയിൽ, അത് നമ്മുടെ സ്വന്തം ദുരൂഹ സാഹചര്യത്തിലെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ചിദംബരം. നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്, ഡയറക്ടറിൽ നിന്ന് ആക്ടറിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെടുന്നത്. രതീഷ് എന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ് വിളിച്ചത്. ഒരു കഥയുണ്ട്, ഞാൻ അയച്ചുതരാം, ഒന്ന് ചെറുതായിട്ട് അഭിനയിക്കണം. അപ്പം ഞാൻ യാത്രയുടെ തിരക്കിലും ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് നാട്ടിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. പിന്നെ ചാക്കോച്ചനാണ് ധൈര്യം നിന്നത്. ആ ധൈര്യം വെച്ച് ഞാൻ സെറ്റിലേക്ക് പോയപ്പോഴും ചെന്ന് പെട്ടത് 4 പുലികളുടെ ഫ്രണ്ടിലാണ്. സച്ചിൻ, പോത്തണ്ണൻ, ജാഫറൊക്കെ പിടിച്ചേക്കാന്ന് പറഞ്ഞ. അപ്പം ശ്രമിച്ചിട്ടുണ്ട്. കാണുക, ബാക്കി സിനിമ സംസാരിക്കും. താങ്ക് യു. ജാഫ്രിക്ക വരുമല്ലേ സ്റ്റേജിലേക്ക്? യെസ്, ഓരോ കഥാപാത്രങ്ങളും ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ജാഫർ ഇടുക്കിയുടെ സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ചുള്ളൻ ചക്കനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ചുള്ളൻ ചക്കൻ എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇരിക്കുന്നോട്ട് ഓക്കല്ലേ, അടിപൊളി ഉഗ്രം പടമാണ്. ഇത് മിസ് ചെയ്തു പോകുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള ഒരാളല്ല. ഈ പടം ഗംഭീര പടമായിരിക്കും. ഇത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങേറ്റത്തിലേക്ക് നമ്മുടെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് 2-3 വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നായകൻ സാറിൻ്റെ കൂടെ എനിക്ക് കുറേ സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഈ പടത്തിൽ. പിന്നെ ഈ ചെറുക്കൻ ചുരുളി എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഒരു പള്ളിപ്പരച്ചിൽ പോലെ ഇരുന്ന ഇപ്പം തടിയൊക്കെ വെച്ച് അമ്പാനായി ജീപ്പേര് വന്നിട്ട് എന്നെ വന്ന് എന്നോട് ചോദിച്ച ഡയലോഗ് അറിയാൻ പാടില്ലേ, ചുരുളിയില് മക്കളല്ല ചോദിച്ചത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുറേ പേര് ഉണ്ടല്ലോ,
രാജാവ് ഫ്രണ്ട് ഇരിപ്പുണ്ട്, അദ്ദേഹം കൂടെ കയറുമ്പോൾ ഓക്കെയോ. പിന്നെ നമ്മുടെ നായികക്കുട്ടിയുണ്ട്. ഇത് പിന്നെ ഒരു ഒത്തിരി നിൽക്കുന്ന ഇത്തിരി ആൾക്കാരുള്ള ഒരു സിനിമയാണ്. പിന്നെ കുറേ ആൾക്കാരുമുണ്ട്. എന്തായാലും ഈ നടക്കാനിരിക്കുന്ന ഈ സംഭവങ്ങൾ നടക്കട്ടെ. ഒത്തിരി നീട്ടുന്നില്ല, ഇനിയിപ്പോൾ അത് മതി. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു അക്ക. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സ്വന്തം സുധീഷ് ചേട്ടനെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കിണ്ടി അല്ല, ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഞാനും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വളരെ സന്തോഷം. വീണ്ടും ചാക്കോച്ചനോടൊപ്പം ഒരു റോള് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ജാഫർക്കോടൊപ്പം ഞാൻ കുറെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളുടെ സംവിധാനത്തിൽ 3ാമത്തെ സിനിമയിലാണ് ചെയ്യുന്നത്. പടം ഗംഭീരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കാണൂലേ? പൊളിക്കൂലേ? തകർക്കണം നമുക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ മൂവിയിലെ നായികയെ നിങ്ങൾക്ക് കാണണ്ടേ? ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശരണ്യ. നിറഞ്ഞൊരു കൈയടി നമുക്ക് നൽകാം. അങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്തെങ്കിലും ദുരൂഹതയാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? എല്ലാവരും ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഹീറോയിനെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. എന്നെ ഹീറോയിൽ തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെ ദുരൂഹതയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആക്ച്വലി രതീഷേൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന 2ാമത്തെ മൂവിയാണ്. ആദ്യത്തെ സിനിമ ഞാൻ സുധീഷേൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയും പ്രണയകഥ. അതിനുശേഷം എനിക്ക് ഒരുപാട് എന്താ പറയുക ബ്യൂട്ടിഫുൾ ടാലൻറ്റഡ് പെർഫോമേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടി. സോ ഫോർ ദാറ്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ബാക്കി ഇനി ട്രെയിലറും ടീസറും കാണാം. യെസ്, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെന്റിലേക്ക് പോവുകയാണ്. വയനാട് തിരുനെല്ലിയിലാണ് നമ്മുടെ സിനിമയുടെ ഭൂരിഭാഗം നമ്മൾ ചിത്രീകരണം പൂർത്തിയാക്കിയത്. 83 ദിവസത്തെ ഷൂട്ട്. അങ്ങനെ ഒരു കുടുംബമായിട്ട് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്ത ആ ഒരു നിമിഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ നമ്മൾ ട്രെയിലർ ലോഞ്ചിലേക്ക് പോവാണ്. റെഡിയല്ലേ? ഒരുമിച്ചങ്ങ്. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. നമ്മള് കണ്ടു, പാട്ടൊക്കെ കണ്ടു, പക്ഷെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചാക്കോച്ചനും തനിച്ചേട്ടനും ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? ആ പണിയാണ്. ലിസ്റ്റൻ സാറിനും വരാം. കൈകൊപ്പിയാണ് എന്നെ വിളിക്കുന്നത്. ഒന്ന് ഓക്കെ, കുഴപ്പമില്ല. ഇനി ആരൊക്കെയാ വേണ്ട? സോറി, അതിന് 2 കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി മൈക്ക് വാങ്ങിയാണ്. നിങ്ങൾ കണ്ട പോലെ ഏപ്രിൽ 15 വിഷു ദിനത്തിലാണ് നമ്മൾ ഒരു ദുരൂഹ സാഹചര്യം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വിഷു ദിനത്തിൽ വിഷു കൈനീട്ടമായിട്ട് നിങ്ങളിലേക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് ഇരുകൈ നീട്ടി സ്വീകരിച്ച് തിരിച്ച് ഞങ്ങൾക്കും വിഷു കൈനീട്ടം നിങ്ങളെല്ലാവരും തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി താങ്ക് യു വെരി മച്ച്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകൾ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തും അതിനുശേഷവുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സിനിമയുടെ നല്ലതിന് വേണ്ടി എന്ന് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് നമ്മളെപ്പോഴും പറയുന്നു ഭയങ്കര കഷ്ടപ്പെട്ടാണ് സിനിമകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞതിനപ്പുറം അതെല്ലാം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കേണ്ട കാര്യമില്ല. സിനിമ സംസാരിക്കുക എന്ന് നമ്മൾ പറയുന്നു. സിനിമ എത്രത്തോളം ഏത് രീതിയിലൊക്കെ നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആത്യന്തികമായിട്ട് ആ സിനിമയുടെ റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യം. നമുക്കറിയാം, വളരെ സംഘർഷപൂരിതമായ ഒരു അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ആർട്ട് ഫോം, കലാരൂപങ്ങൾ എത്രത്തോളം മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ എത്രത്തോളം ഉദ്ബോധിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു എന്നതിന്റെ തെളിവുകളായിട്ട് പ്രത്യേകിച്ച് മലയാളം സിനിമകൾ ഈ അടുത്ത സമയങ്ങളിൽ ഇരുകൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത്. ഏറ്റവും സംഘർഷപൂർണമായ സമയങ്ങളിൽ പോലും ആട് പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ പ്രതിച്ഛായ പോലുള്ള സിനിമകൾ, ഇപ്പോൾ ഇന്ന് റിലീസായിട്ടുള്ള വാഴ 2 എന്ന സിനിമയെല്ലാം ഞാൻ അഭിനയിച്ചില്ല, സുധീഷ് അഭിനയിച്ചുള്ള സിനിമയാണ്. അതെല്ലാം നല്ല പ്രേക്ഷക പ്രീതിയോടുകൂടി തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ തീർച്ചയായിട്ടും എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അത് ഏത് കലാരൂപങ്ങളായാലും അത് മനുഷ്യന് ആവശ്യമാണ് എന്ന് നമ്മൾ മലയാളികൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് ലോകത്തോട് കാണിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങളോട് എല്ലാവരോടും, പ്രേക്ഷകരോട് എല്ലാവരോടും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല സിനിമകളുമായിട്ട് മലയാള സിനിമ വീണ്ടും ഉണ്ടാവും എന്നുള്ളതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ആഴ്ചകളിലൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നു. ഇപ്പം
ഞാനിന്ന് ടോവിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ടോവിയോട് ചോദിച്ചത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ അടുത്ത ആഴ്ച പള്ളിച്ചട്ടം റിലീസ് ചെയ്യണം. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. സൗദി അറേബ്യയിലോ? നിനക്ക് ഇത്രയും ധൈര്യമുണ്ടോ? ഇവിടെ ഉണ്ട് ചേട്ടാ, ഞാൻ ധീരനല്ലേ, ധീരൻ. ഞാൻ ഇത് കഴിഞ്ഞ് ഖത്തറിൽ പോകുന്നുണ്ട്. എടാ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ചേട്ടാ ഞാൻ ധീരനല്ലേ, ധീരൻ. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പം പള്ളിച്ചട്ടമ്പിയും അങ്ങനെയുള്ള വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വലിയ പെരുന്നാളെന്ന് നമ്മൾ പറയുന്ന പോലെ മെയ് 1-ാം തീയതി പേട്രിയറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഒരു ചെറിയ പെരുന്നാളായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ സിനിമകളും നല്ല സിനിമകളാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വിഷുദിനത്തിൽ നല്ലൊരു വിഷുക്കണിയുമായിട്ട് വിഷു സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ തീയും. സോ താങ്ക് യു വെരി മച്ച്. ട്രെയിലർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഇറങ്ങിയ ഞാൻ ആൽക്കലി എന്നുള്ള ഗാനം നിങ്ങൾ എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചതിനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് ഡാൻസിംഗ് നിഞ്ച എന്ന കൊറിയോഗ്രാഫറിനോടും ആ മ്യൂസിക് ചെയ്ത ഡോൺ വിൻസൻ, അതിന്റെ വരികൾ എഴുതിയ നമ്മുടെ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവോൾ, പിന്നെ എന്നെ അതിലെ ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ സജിൻ ഗോപു എന്ന പുതിയ മൈക്കിൾ ജാക്സണോടും കൂടിയാണ്. സോ താങ്ക് യു വെരി മച്ച്. സോ വിഷുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. സോ നല്ല സിനിമകൾ നീണാൾ വാഴട്ടെ. നല്ല സിനിമകൾക്കായിട്ട് ഇനിയും ഏറ്റവും നല്ല രീതിയിലുള്ള എഫേർട്ടുകൾ ഉണ്ടാകട്ടെ. ഒരു നല്ല ടീമാണ്, നല്ല ക്രൂവാണ് ഇതിന്റെ കൂടെ ഉള്ളത്. അപ്പൊ അവരോട് എല്ലാവരുടെയും ഈ അവസരത്തിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടതിന്റെ ഒരു സന്തോഷം എന്തായാലും ഒരു നല്ല സിനിമയായിട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ താങ്ക് യു വെരി മച്ച്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമ സംസാരിക്കട്ടെ, സിനിമ വിജയിക്കട്ടെ, സ്നേഹം വിജയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നമ്മള് സോങ് കണ്ടപ്പോഴത്തേക്കിനെ ഞാൻ ആൽക്കലി സോങ് കണ്ടപ്പോഴത്തേക്കിനെ ശരിക്കും നമ്മുടെ സജിൻ ചേട്ടൻ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കും ചാക്കോച്ചന് ഡാൻസ് അറിയത്തില്ലേ എന്ന് അങ്ങനെ വിചാരിക്കുന്നു. കുറെ കമന്റ്സ് ഒക്കെ ആ വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു. അതാണ് അത് വേറെ ലെവൽ, അതിൽ വേറെ ലെവൽ പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് വെച്ച് ചാക്കോച്ചനെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കണം, അതോ പഠിച്ച ഡാൻസ് പെർഫോം ചെയ്യാൻ പോവാണോ? എന്താ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തോ? ഒന്നെങ്കിൽ പഠിപ്പിച്ചോണ്ട് മുതല കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കണോ? ഞങ്ങളെന്താ അല്ലേ പൊളിച്ചെടുക്കണമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇവിടെ വന്ന് പൊളിച്ചെടുക്കാൻ? ഏതാ ഉറപ്പായിട്ട് പോയോ? ഇതെവിടെ വരുന്നു? ഓക്കെ, ഞാൻ അവിടെ നിന്ന് വരുന്നു. അമ്പാന്റെ മുതല കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. ഇത് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇനി ഹലോ ഹലോ ഷെയ്ഖാന്റെ നിന്ന് പോകാൻ വേണ്ടിട്ടല്ല വിളിച്ച, പാട്ടിടല്ലേ? ഞാൻ വിചാരിച്ചു ഇവരെല്ലാവരും എറണാകുളക്കാരാണെന്നാണ്. പക്ഷെ തലശ്ശേരിക്കാരാണ് കേട്ടോ. തലശ്ശേരി എന്നാണ് വന്നിരിക്കുന്നത്. കതിരു ഒന്ന് കുറച്ച് പേടിക്കണം ഇവരെ. അമ്പാനെ കറക്റ്റായിട്ട് പഠിപ്പിച്ചോളൂ കേട്ടോ. നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത്?
സ്റ്റേജിലേക്ക് വരുവാണെങ്കിൽ തലശ്ശേരിക്കാര് സന്തോഷത്തിലല്ലേ? സന്തോഷമാണോ? യെസ്. അപ്പോ ഇനി നിങ്ങൾ വിചാരിക്കും ഒരു തവണയും കൂടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഒരു തവണയും കൂടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. കാരണം നമ്മൾ ഈ ഒരു മൂവി നമ്മുടെ പ്രൊമോഷൻ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു സോങ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ ഒപ്പം തന്നെ സച്ചിൻ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതേപോലെ തന്നെ ഡാൻസ് ചെയ്ത് നിങ്ങൾ ആ ഒരു പെർഫോമൻസ് വീഡിയോ അയച്ചു തന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് 10 ടീമായിരുന്നു കേട്ടോ. 10 ടീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ടീം മെമ്പേഴ്സിന് നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചിനൊപ്പം തന്നെ സജിൻ ചേട്ടനും ഒപ്പം ലൈവായിട്ട് ഈ ഒരു സ്റ്റേജിൽ ഡാൻസ് ചെയ്യാനുള്ളൊരു ചാൻസ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നിമിഷത്തിലേക്കാണ് ഇനി പോകുന്നത്. അപ്പൊ നമുക്ക് ഓക്കെ, ഞാൻ വിളിക്കട്ടെ, പേര് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അൻലിയ ശ്രീജിത്ത് ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഞാൻ ആൽക്കലി മൂവി ഗാനത്തിന് ചുവട് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആ ഒരു ഡാൻസ് പെർഫോമൻസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവ ജെഹലൻ, ഇവ കുട്ടി, ആഹാ, ഒരു കൊച്ചും പിടിക്കാനുള്ള ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഇവകുട്ടി, യെസ്, ഒരു നല്ല കൈയ്യടി കൊടുക്കാം. അപ്പം തന്നെ ഭവിത്രയ രഞ്ജിത്ത് കൈയടിക്കാൻ മറന്നു പോകുന്നാണോ? വിശുക്ക് കാട്ടാണോ? ഒപ്പം നൃപൻ മജേഷ്, അൻവിത മജേഷ്, രശ്മി മജേഷ് ആൻഡ് കൽപിത സജി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അതിനുള്ളൊരു സ്നേഹ സമ്മാനം യെസ് ഈ ഒരു വേദിയിൽ വെച്ച് ശില്പ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ശില്പ, ശ്രീഹരി വന്നിട്ടുണ്ടോ? ശ്രീഹരി, യെസ്. ഒപ്പം തന്നെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ലിസി സാറിനെയും ചിദംബരം ഏറെ സ്നേഹത്തോടെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ആതിര അശ്വത്, ലക്ഷ്മി ശിവൻ. Team Skip and Play, Elisha, Anina and Vishal. Advocate Prashant. Advocate Prashant.
യെസ്, അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുത്താലോ? എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് നിന്നിട്ട്. സുധീഷ് ചേട്ടൻ, ജാഫ്രിക്ക, ശരണ്യ. യെസ്, നിങ്ങളും കൂടെ ഉണ്ടെങ്കിലേ ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ മുന്നോട്ട് വെച്ച ആ ഒരു ആശയത്തെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയതാണ് നമ്മുടെ ഈ കുട്ടി കൂട്ടുകാര്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വേദി ഇനി വിട്ടുകൊടുക്കാൻ പോവാണ്. ഇനി ഡാൻസ് ചെയ്യാൻ വേണ്ടി സുധീഷ് ചേട്ടാ റെഡിയാണോ? ഡാൻസ് ചെയ്യാൻ, നമ്മുടെ പിള്ളേരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ ഓക്കെ ആണ്? ജാഫ്രിക്ക 2 സ്റ്റെപ്പൊക്കെ വെക്കാം. ആ ഓക്കെ ആണ്. ആ 1 സ്റ്റെപ്പെങ്കിലും വെക്കാം. ഓക്കെ, സോങ് റെഡി അല്ലേ? എങ്ങനെ, നിങ്ങൾ റെഡിയാണോ? യെസ്, നിങ്ങൾ റെഡിയാണോ? ഡാൻസ് ചെയ്യാൻ റെഡിയാണോ? അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ കൂടെ ഉണ്ട്. ഇത് ഔട്ട് ഓഫ് ദ വേ ആണ്. ക്രൗഡിൽ നിന്നും ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നതിൽ ഒരു ടീച്ചറുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്കൊരു സമ്മാനമുണ്ട്. ഈ വന്ന കണ്ടസ്റ്റൻസിൽ നിന്ന്, വിജയിച്ച കണ്ടസ്റ്റൻസിൽ ഒരു ടീച്ചറുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതൊരു വലിയ ടാസ്ക് ആണല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ടീമിൽ ഒരു ടീച്ചറുണ്ട്. കെമിസ്ട്രി ടീച്ചർ ആണോ? ആരാ? കെമിസ്ട്രി ടീച്ചർ അല്ല. ഓക്കെ, കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ആരാ പറ. ഇതും ഒരു ദുരൂഹതയാണ് ശരിക്കും. നിങ്ങൾക്ക് പറ്റൂല കേട്ടോ, ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് പറ്റൂല. ഇത് ഫൗളാണ്. ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് പറ. ഞാൻ അവിടെ പറയുന്നുണ്ട്. പുറകിലോട്ട് നമ്മളെ മറ്റേ ഇത് പറയുന്നില്ല, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കില്ല എന്ന് പറയുന്ന പോലെ. ആരാണ്? ഗസ് ചെയ്താണോ? വാ. അവര് വരുവാണ്, എല്ലാരും വരുവാണ്. ഞങ്ങളെ ഒന്ന് വിളിക്ക് ചാക്കോച്ച എന്നാണ് അവര് പറയുന്നത്. അല്ല പിന്നെ ഇനി ഇവർക്കും പറയാം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു ദുരൂഹ സാഹചര്യം മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർക്കും ഒരു ചാൻസ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ടീച്ചർ. പുള്ളിക്കാരിയാണ് ടീച്ചറെ കണ്ടുപിടിച്ച് ഇവർ രണ്ടുപേരുമാണ്. പക്ഷെ ഇവര് രണ്ടുപേരും ഡാൻസ് ചെയ്യാതെ കൂടെ സമ്മതിച്ച സ്ഥിതിക്ക് ഒരു വലിയ കൈഡി അവർക്ക് കൂടെ കൊടുക്കാം. അപ്പൊ എല്ലാവരും ചേർന്ന് തകർത്ത് ഭാര്യ. ഓക്കെ, സോങ് പ്ലീസ്.
ഇവിടെ നമുക്ക് എന്തോ പോകും. നമ്മുടെ പ്രിയപ്പെട്ട ചിദംബരം അധികം ഒന്നും സംസാരിച്ചില്ല. ആ അങ്ങനെ പറഞ്ഞോ, ഒന്നും സംസാരിച്ചില്ല എന്ന്. എന്താ ഓക്കെ, അത് ഞാൻ പറയട്ടെ. ആള് മുങ്ങി. അഖിലാണ് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല എന്നാണ്, എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കണമെന്ന് പറഞ്ഞേ. പക്ഷെ ഈ ഒരു ദുരൂഹ സാഹചര്യം നമ്മുടെ വിഷു കൈനീട്ടമായിട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കിന് ഒരു ഡയറക്ടറിന്റെ ആ ഒരു വെയിൽ നിന്നുകൊണ്ട് എന്താണ് പറയുന്നത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ചോദ്യം പോയി. എല്ലാവരും സിനിമ കാണണം. ചാക്കോച്ചൻ പറഞ്ഞ പോലെ വിഷു കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് തരണം, എന്നിട്ട് സോ പ്ലീസ് എല്ലാവരും, ഇതൊരു ഗുഡ് ഫിലിമാണ്. രതീഷ് ചേട്ടനാണ് സംവിധായകൻ. പുള്ളിക്കാരനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ട്. എക്സ്ട്രീംലി വെൽ ടാലന്റഡ് ക്രാഫ്റ്റ്സ്മാൻ, നല്ല എഴുത്തുകാരൻ, ഫാൻസ്, എഡിറ്റർ മനോജ് ചേട്ടൻ, DOP അർജുൻ, മ്യൂസിക് ഡോൺ, എല്ലാവരും എന്താ പറയുക, അങ്ങനെ ഈ ടെക്നീഷ്യൻസിന്റെയും പിന്നെ ആക്ടേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഉദ്യമത്തിന് തയ്യാറാണ് ഒരു ധൈര്യം തന്നെ വന്നത്. ബട്ട് എനിവേസ് എല്ലാവരും വന്ന് കാണുക പ്ലീസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓഡിയൻസിൽ നിന്ന് 2 പേർക്ക് ചാക്കോച്ചനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വിളിക്കട്ടെ? ലക്ഷ്മി ആൻഡ് ആദില വരുമല്ലേ? 2 പേരില്ലേ? ഒരാളെ ഉള്ളോ? ആര് വീഡിയോ എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ആ ഓക്കെ, ഒത്തിരി കാത്തിരുന്ന് എനിക്കൊന്ന് മൈക്കൊന്ന് തരട്ടെ. ഞാൻ മൈക്ക് വേണ്ട. ചേട്ടൻ ഞങ്ങൾക്കും എവിടെ ഗിഫ്റ്റ് എന്നല്ലേ? പക്ഷെ നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുക. ഞങ്ങൾ ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കണം. എന്തോ ഒരു ദുരൂഹത മണക്കുന്നില്ലേ? ഒന്നുമില്ല, കുഴപ്പമില്ല, ഓക്കെയാണ്. ഈശ്വര, ഇന്ന് ഈ ഒരു ഗിഫ്റ്റിന് പ്രത്യേകതയുണ്ട്. അതറിയാമോ? പറ. ഇന്നലെയല്ലേ? എന്ത്? വാ, ഇങ്ങോട്ട് വാ. ഇന്നലെയല്ലേ സംഭവം? കണ്ടോ? ഇന്നലെ ഏപ്രിൽ ഫൂൾസ് ആണ്. ഇന്നാണ് ഞാൻ ശരിക്കും ഫൂൾ ആയത്. എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. താങ്ക് യു വെരി മച്ച്. ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്റെ വിവാഹ സാഹചര്യമാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. 21 വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് അത്യാവശ്യം അടിയിടിയും ബഹളങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന എല്ലാവരും പോലെ. സോ ബട്ട് താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ്. പ്രിയ, ഈ സിനിമ സംഭവിക്കാനായിട്ട് പ്രിയയും കൂടി ഒരു മെയിൻ റീസൺ ആണ്. കാരണം ഈ ഒരു സിനിമയിലുള്ള വിശ്വാസം എന്നെക്കാൾ കൂടുതൽ പ്രിയക്കുണ്ടായിരുന്നു. എന്നെ ഇതുവരെ കാണാത്ത രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് രതീഷ് ബാലകൃഷ്ണ പൊതുവെന്ന സംവിധായകന്, ക്രിയേറ്ററിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇന്നത്തെ കേസുകളിൽ ആ ഒരു ഇത് കണ്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴും എന്നെപ്പോലെ തന്നെ മറ്റു പലരെയും ഇതുവരെ കാണാത്ത രീതികളിൽ, രൂപങ്ങളിൽ, ഭാവങ്ങളിൽ കാണാനായിട്ട് സാധിക്കുമെങ്കിൽ അത് RBP എന്ന അദ്ദേഹത്തിന്റെ RBP എന്ന് പറയുന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവെന്ന കഴിവ് തന്നെയാണ്. എൻ്റെ വണ്ടർഫുൾ ക്രൂ, ടെക്നിക്കൽ ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഡോൺ വിൻസെന്റ്, അതേപോലെ തന്നെ മനോജ് കണ്ണോത്ത് എഡിറ്റിംഗ്, സേതു ക്യാമറ, റോണക്സ് മേക്കപ്പ്, മെൽവി കോസ്റ്റ്യൂംസ്, അങ്ങനെ ഒരുപാട് ടാലൻസ് ഇതിന്റെ പുറകിലുണ്ട്, കൂടെയുണ്ട്, ടീമുണ്ട്. മാജിക് ഫ്രെയിംസ്, ആ ടീം പുതിയ പിക്ചേഴ്സും കൂടെ ചേരുമ്പോൾ നല്ല സിനിമ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് ദുരൂഹ സാഹചര്യം വിഷു കൈനീട്ടമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ്സ്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്.
29 കൊല്ലമായി, കഴിഞ്ഞ 29 കൊല്ലമായിട്ട് നിങ്ങളുടെ എല്ലാ സ്നേഹം ഇങ്ങനെ അകവഴുതി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ തലോടലുകളും ചെറിയ തല്ലുകളും എല്ലാം ഇടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിലും നല്ല സിനിമകളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഈ സ്നേഹം, ഈ പ്രോത്സാഹനം ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് തന്നെ പോകാൻ ഒരു ഊർജ്ജം തരുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. മലയാള സിനിമ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും നല്ല കോണ്ടന്റ് ക്രിയേറ്റഡ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമകൾ ലോക സിനിമയ്ക്ക് നൽകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ആ കൂട്ടത്തിൽ നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഞങ്ങളും ഉണ്ടാവും. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ ഫോർ ദിസ് വണ്ടർഫുൾ ഇവന്റ്, വണ്ടർഫുൾ ഈവനിങ്. എല്ലാവർക്കും പെസഹവ്യാഴമാണ്. പെസഹവ്യാഴത്തിന്റെയും വരുന്ന ഈസ്റ്ററിന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷുവിന് നമുക്ക് തിയേറ്ററിൽ കാണാം. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു. ഒരിക്കൽ കൂടി ചാക്കോച്ചനും ഒപ്പം പ്രിയ ചേച്ചിക്കും വിവാഹ വാർഷിക ആശംസകൾ കൂടി നേരുകയാണ് ഈ സ്റ്റേജിൽ വെച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഇവന്റ് വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ഒരു ദുരൂഹ സാഹചര്യത്തിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. വിഷു കൈനീട്ടമായിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒപ്പം നമുക്ക് ഈ ഒരു ഇവന്റ് ഇത്രമേൽ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. മാജിക് ഫ്രെയിം ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. സ്റ്റേജിലേക്ക് ഇവിടെ ടീം മെമ്പേഴ്സ് ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? മാജിക് ഫ്രെയിം ടീം മെമ്പേഴ്സ്, മഞ്ജു ചേച്ചി, അഖിൽ, മാട്ടി, ബബി ചേട്ടൻ, മാജിക് ഫ്രെയിംസും അപ്പം തന്നെ സന്തോഷേട്ടൻ, മാട്ടി, എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു സഹകരണം തന്നെയാണ് നമ്മുടെ ഈ ഒരു മൂവി നിങ്ങളിലേക്ക് എത്തുന്നത്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ ആ ഒരു സംവിധാനത്തിൽ നിങ്ങളിലേക്ക് നമ്മുടെ മൂവി എത്തിച്ചേരുമ്പോഴത്തേക്കിന് ഇരു കൈകളും നീട്ടി എല്ലാവരും സ്വീകരിക്കുക എന്ന കാര്യമാണ് ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളത്. സന്തോഷേടൻ എവിടെ? സന്തോഷേടൻ ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ പാട്ടും ഡാൻസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മള് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മൂവി ട്രെയിലർ ലോഞ്ച് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്.